എല്ലാവർക്കും PSC സ്പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഗാന്ധിജി പാർട്ട് 2 ആണ് ഇവിടെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരും അപ്പോൾ ഇതെല്ലാം മുൻകാല വർഷത്തെ ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്ന്? 1922. ഗാന്ധിജി എത്ര തവണയാണ് കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത്? 5 തവണ. ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷങ്ങൾ: 1920, 1925, 1927, 1934, 1937. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തി? N. കുമാരൻ. എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടിയത്? 3-ാം തവണ. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആങ് സാൻ സൂചി. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സൂചി. ഗാന്ധിജി പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം? ബെൽഗാം സമ്മേളനം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? 1930. 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചതെന്ന്? 1931. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടിയും രണ്ടാം വട്ടമേശ സമ്മേളനവും 1931-ലാണ് നടന്നത്. അഖിലേന്ത്യാ ഹരിജന സംഘം സ്ഥാപിച്ച വർഷം? 1932. ഗാന്ധിജിയെ സ്വാധീനിച്ച അൺടു ദ ലാസ്റ്റ് എന്ന കൃതി രചിച്ചത്? ജോൺ റസ്കിൻ. ഗാന്ധി സിനിമ എത്ര ഓസ്കാർ അവാർഡുകൾ നേടിയിട്ടുണ്ട്? 8 തവണ. 8 അവാർഡുകളാണ് നേടിയിട്ടുള്ളത്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ. റിച്ചാർഡ് ആറ്റൻബറോയാണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയായിട്ട് വേഷമിട്ടത് ആരാണെന്നാണ് ചോദിക്കുന്നത്? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേര്? സത്യന പ്രയോഗോ. വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഹാരാഷ്ട്ര. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം? 1933. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത്? ടാഗോർ. അപ്പോൾ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ആദ്യമായിട്ട്? ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന അഭിസംബോധന ചെയ്തത്? ഗാന്ധിജി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1927. സത്യാഗ്രഹം എന്ന വാക്കിനർത്ഥം? സത്യത്തെ മുറുകെ പിടിക്കുക. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ഏത് വർഷം? 1948 ജനുവരി 30. ആരാണ് ഗാന്ധിജിക്ക് നേരെ വെടി ഉതിർത്തത്? നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം? 1937 ജനുവരി 12. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മുൻകാല ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. കീപ് അപ്ഡേറ്റ്.